എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നോക്കുവാൻ പോകുന്നത് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ അമേരിക്കൻ കോൺഗ്രസുമായുള്ള ബന്ധത്തെ പറ്റിയാണ്. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ അമേരിക്കൻ കോൺഗ്രസിനെ പറ്റി ഒന്ന് ചർച്ച ചെയ്യാം. അതായത് കോൺഗ്രസിനെ പറ്റി പറയുകയാണെങ്കിൽ അമേരിക്കൻ ഐക്യനാടുകളിലെ നിയമനിർമ്മാണ സഭയാണ് കോൺഗ്രസ് എന്നറിയപ്പെടുന്നത്. അതായത് ഇതൊരു ദ്വിമണ്ഡല പാർലമെൻറ്റാണ്. അതായത് നമുക്കറിയാം, ദ്വിമണ്ഡലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ ഒരു പാർലമെൻറ്റിന് രണ്ട് മണ്ഡലങ്ങളുള്ള സംവിധാനത്തെയാണ്. ഇതിൽ അമേരിക്കൻ പാർലമെൻറ്റ് എന്ന് പറയുന്നത് ദ്വിമണ്ഡല പാർലമെൻ്ററി സംവിധാനമാണ്. ഇതനുസരിച്ച് ഉപരിസഭ സെനറ്റ് എന്നും അതുപോലെ തന്നെ അധോസഭ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് എന്നുമാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ കോൺഗ്രസുമായിട്ട് പ്രസിഡന്റിൻ്റെ ബന്ധത്തെ പറ്റിയാണ് നമ്മൾ നോക്കുവാൻ പോകുന്നത്. നമുക്കറിയാം, അമേരിക്കൻ ഭരണഘടന 1789 ഉദയം കൊണ്ടത്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ പ്രസിഡൻഷ്യൽ രീതിയിലുള്ള ഭരണനിർവഹണ സമിതിയാണ്. ഇതനുസരിച്ച് ഭരണഘടന വിഭാവനം ചെയ്യുന്നത് സ്റ്റേറ്റിൻ്റെയും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെയും അധികാരങ്ങൾ ഒന്നിച്ചു ചേർന്ന് പോകുന്ന ഒരു ഭരണനിർവഹണ സമിതിയാണ്. കൂടാതെ ഇത് പ്രകാരം പ്രസിഡൻറ്റിന് ഭരണഘടനയോട് മാത്രമല്ല എന്നും അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്ന ജനങ്ങളോടും ഉത്തരവാദിത്വം അഥവാ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കും. ഇപ്പോൾ കോൺഗ്രസുമായുള്ള ബന്ധത്തെപ്പറ്റി ചോദിക്കുകയാണെങ്കിൽ കോൺഗ്രസ് സമ്മേളനങ്ങളിൽ പ്രസിഡന്റ് പങ്കെടുക്കാറില്ല. മാത്രവുമല്ല, കോൺഗ്രസിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് യാതൊരുവിധ ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കുകയും ചെയ്യുന്നതല്ല. മാത്രവുമല്ല, ക്യാബിനറ്റ് അംഗങ്ങൾ പ്രസിഡന്റ് നാമനിർദ്ദേശം ചെയ്യുന്നവരാണ്. പ്രസിഡന്റിൻ്റെ നോമിനി ആയിട്ട് നിയമിതനാകുന്ന ആൾ. കൂടാതെ നിയമന സമയത്ത് അദ്ദേഹം നിയമനിർമ്മാണ സഭയിലെ അംഗമാണെങ്കിലും അംഗത്വം രാജിവെക്കേണ്ടതുമാണ്. അപ്പോൾ ഇത്തരത്തിൽ പാർലമെൻ്ററി സംവിധാനത്തിൽ നിന്ന് വളരെയധികം വ്യത്യസ്തമായിട്ട് പ്രസിഡൻഷ്യൽ ഭരണകൂടം കാര്യനിർവഹണ സമിതിയെയും അതുപോലെ തന്നെ നിയമനിർമ്മാണ സമിതിയെയൊക്കെ ഏകോപിപ്പിക്കുന്നുണ്ട്. നമ്മൾ കണ്ടതാണ്, അമേരിക്കൻ ഐക്യനാടുകളിലെ നിയമനിർമ്മാണ സമിതിയാണ് കോൺഗ്രസ് എന്നറിയപ്പെടുന്നത്. ഇത് പ്രകാരം ഭരണഘടനയിലെ 1-ാം വകുപ്പ് കോൺഗ്രസിന് എല്ലാവിധ നിയമനിർമ്മാണ അധികാരങ്ങളും നൽകുന്നുണ്ട്. മാത്രവുമല്ല, ഇത് പ്രകാരം ഭരണഘടന അനുസരിച്ചിട്ട് കോൺഗ്രസിൻ്റെ നിയമ നടപടികൾ രാജ്യത്തിലെ സുപ്രധാന നിയമങ്ങളായിട്ട് മാറുന്നുണ്ട്. അതുപോലെ തന്നെ US പ്രസിഡന്റിനും ധാരാളം നിയമനിർമ്മാണ അധികാരങ്ങൾ ഭരണഘടന നൽകുന്നുണ്ട്. നമ്മൾ പറഞ്ഞതാണ്, പ്രസിഡൻഷ്യൽ രീതിയിലുള്ള ഭരണനിർവഹണ സമിതിയാണ് അമേരിക്കയിൽ ഉള്ളത് എന്നുള്ളത്. മാത്രമല്ല, പ്രസിഡൻഷ്യൽ സംവിധാനം നിയമനിർമ്മാണ സഭയ്ക്കും കാര്യനിർവഹണ സമിതിക്കും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് അവയെ തമ്മിൽ കൃത്യമായിട്ട് അമേരിക്കയിൽ വേർതിരിക്കുന്നുണ്ട്. ഇത് പ്രകാരം പ്രസിഡന്റിനും അദ്ദേഹത്തിൻ്റെ ഉപദേശകർക്കും കോൺഗ്രസ്സിൽ ഹാജരാകുവാനോ അതുപോലെ തന്നെ ചർച്ചകളിൽ പങ്കെടുക്കുവാനോ അവകാശമില്ല. അതുകൊണ്ട് തന്നെ പ്രസിഡന്റിന് നിയമനിർമ്മാണത്തിൽ നേരിട്ടുള്ള പങ്ക് വഹിക്കാനും സാധിക്കുന്നില്ല. മാത്രവുമല്ല, കോൺഗ്രസ് വിളിച്ചു കൂട്ടുവാനും അതായത് വിളിച്ചു ചേർക്കാനും അതുപോലെ തന്നെ കോൺഗ്രസിനെ പിരിച്ചുവിടുവാനും അമേരിക്കൻ പ്രസിഡന്റിന് അധികാരം ഉണ്ടായിരിക്കുന്നതുമല്ല. അതായത് കോൺഗ്രസ് വിളിച്ചു ചേർക്കാനും അതുപോലെ തന്നെ പിരിച്ചുവിടുവാനും പ്രസിഡന്റിന് അധികാരം ഇല്ല എങ്കിലും അദ്ദേഹത്തിന് നിയമങ്ങൾ നടപ്പിൽ വരുത്താനുള്ള മുഖ്യ അധികാരത്തോടൊപ്പം നിയമ നിർമ്മാണത്തിൽ അദ്ദേഹത്തിന് പ്രധാനമായൊരു സ്ഥാനം അമേരിക്കൻ ഭരണഘടനയിൽ നൽകപ്പെട്ടിട്ടുണ്ട്. മാത്രവുമല്ല, പ്രസിഡന്റും കോൺഗ്രസും തമ്മിലുള്ള റിലേഷനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ ഭരണഘടന അനുശാസിക്കുന്നത് യൂണിയൻ്റെ അവസ്ഥയെക്കുറിച്ചിട്ട് പ്രസിഡന്റ് കോൺഗ്രസിന് സമയാസമയങ്ങളിൽ അറിവ് നൽകണമെന്നാണ്. അപ്പോൾ യൂണിയൻ്റെ നിലവിലെ സാഹചര്യം എന്താണ് എന്നതിനെ പറ്റിയും യൂണിയൻ്റെ ഡെയിലി അപ്ഡേറ്റ്സിനൊക്കെ പറ്റി സമയാസമയങ്ങളിൽ പ്രസിഡന്റ് കോൺഗ്രസിന് അറിവ് നൽകേണ്ടതാണ്. മാത്രവുമല്ല, പ്രസിഡന്റിന് അത്യാവശ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ ചില ശുപാർശകൾ അദ്ദേഹം കോൺഗ്രസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും വേണം. നമ്മൾ നേരത്തെ പറഞ്ഞാണ്, കോൺഗ്രസ് വിളിച്ചു ചേർക്കാനോ അതുപോലെ തന്നെ പിരിച്ചുവിടുവാനോ പ്രസിഡന്റിന് അധികാരം ഇല്ല എന്നുള്ളത്. എന്നാൽ ചില അസാധാരണ സാഹചര്യങ്ങളിൽ അഥവാ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പ്രസിഡന്റിന് ഇരു സഭകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഭയെയോ വിളിച്ചു കൂട്ടുവാനും അധികാരമുണ്ട്. മാത്രവുമല്ല, കോൺഗ്രസ് എന്ന് പറയുന്ന അമേരിക്കൻ ഐക്യനാടുകളിലെ നിയമനിർമ്മാണ സഭയാണ്. ഇതൊരു ദ്വിമണ്ഡല പാർലമെൻറ്റാണ്. അതിൽ ഉപരിസഭ സെനറ്റും അധോസഭ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സും അറിയപ്പെടുന്നു. അപ്പോൾ ഇരു സഭകളും തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഉചിതമായ സമയത്തേക്ക് അവയുടെ സമ്മേളനം നീട്ടിവയ്ക്കുവാനും അമേരിക്കൻ പ്രസിഡന്റിന് അധികാരമുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ അമേരിക്കൻ കോൺഗ്രസുമായുള്ള ബന്ധത്തെപ്പറ്റി പ്രധാനമായും പറയാനുള്ളത്.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.